ഗിരിജേ, എടി ഗിരിജേ, ഈ ഗിരിരാജ കോഴിപ്പെണ്ണി ഇതെവിടെ പോയി കിടക്ക? എവിടെയെങ്കിലും കൊത്തിപ്പൊറിക്കാൻ പോയിക്കോളൂ. എത്ര നേരമായി കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളേ. അയ്യോ, പൂരികോഴിച്ചേട്ടനെ പോന്ന് അറിഞ്ഞില്ലേ? ഞാൻ വന്നിട്ട് 10-12 മാസമായി. പെണ്ണങ്ങല്ലേ, ഞാൻ അവിടെ കോഴിക്കൂട്ടിൽ മുട്ടയിട്ടാലെയാണ് അയാൾ എന്നെ തുറന്നുവിടൂ. എങ്ങാനും പുറത്തു പോയി മുട്ടയിട്ടാലേ ആ ദിവസം തീറ്റ പോലും തരില്ല. പോട്ടെ, സാരില്ല. അല്ല, നീ കോഴിമുട്ടയിൽ തന്നെ വിരിഞ്ഞതാണോ? പിന്നെ ഞാൻ എന്താ ആനമുട്ടയെന്ന് വിരിഞ്ഞതാ? അതല്ല, കോഴിക്കൂട്ടത്തിൽ ഇത്രയും സുന്ദരിയായ ഒരു കോഴിപ്പെണ്ണിനെ ഞാനിതുവരെ ചേട്ടന് എന്റെ കവിളത്തെ നുണക്കുഴിയാണോ ഇഷ്ടപ്പെട്ടത്? അത് നുണക്കുഴിയല്ല, അത് നുണക്കൊക്ക. ഞാൻ വിട്ടൂല, എനിക്ക് ഒരു വിലയില്ല. ആര് പറഞ്ഞു വിലയില്ലെന്ന്? കിലോയ്ക്ക് 175 രൂപയാണ്. അയ്യോ, പോരേട്ടന്റെ മുടി മൊത്തം പോയില്ല. ദാണ്ടേ കഴുത്തിലേ മുടി പോയി. നല്ല ഹെയർ ഓയിൽ മേടിച്ച് പരട്ടണം. അതല്ലെങ്കിൽ നാട്ടുകോഴികളൊക്കെ ദേ കൊക്കിക്കോഴി എന്ന് എടി, അത് മുടി പൊഴിയുന്നതല്ല. പിന്നെ ഇന്നലത്തെ കോഴിപ്പോരിലുണ്ടല്ലോ, വടക്ക് നിന്ന് വന്നൊരു മുടക്കോഴി കൊത്തിപ്പറിച്ച് വെച്ചേക്കുന്ന. ഞാൻ അവനെ കൊത്തി താഴെയിട്ട്, അവൻ താഴെ, ഞാൻ മേളിൽ. എന്നിട്ട് പിന്നെ ഞാൻ അവനെ കൊത്തി, അവൻ താഴെ, ഞാൻ മേളിൽ. എങ്ങനെ? അവൻ താഴെ, ഞാൻ മരത്തിന്റെ മേളിൽ. ഇങ്ങനെ ഒരു പേടിത്തൂറെ. ഇങ്ങനെ നടന്നാ മതിയോ? പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ നടക്കണോ? അതല്ല, നമ്മുടെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കണ്ടേ? നിങ്ങൾക്കറിയോ എന്റെ അമ്മയച്ഛനും എന്നെ എങ്ങനെയാ വളർത്തിയെന്ന്? ഈ കൊക്ക് തുറന്ന് പറഞ്ഞാലല്ലേ അറിയൂ. കോഴി തൊട്ടിലിട്ടല്ലേ? അല്ല, കോഴി കൂട്ടിലിട്ടല്ലേ? അല്ല, തലയിൽ വെച്ചാൽ കോഴിപ്പേയും കടിക്കും, തറയിൽ വെച്ചാൽ ചെറിയ ചെറിയ കട്ടുറുമ്പ് കടിക്കും. പിന്നെ നിന്നെ കെട്ടി തൂക്കിയിട്ടാണോ വളർത്തിയത്? ചേട്ടാ, അതൊക്കെ പോട്ടെ, നീ രാവിലെ എന്തോത്തിന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇന്നെന്റെ പിറന്നാളാ. പെരുന്നാളോ? പെരുന്നാളല്ല, പിറന്നാള്. പിറന്നാളായിട്ട് ഈ പിടയ്ക്ക് എന്താ സമ്മാനം തരുന്നേ? 2 പെട അർത്താ. അതെന്ത്? എടി, ഇന്ന് പിറന്നാളാണെങ്കി ഇന്നാണോ വിളിച്ച് പറയണത്? ഇന്നലെ വിളിച്ച് പറയണ്ടേ? ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരൂലായിരുന്നു. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സമ്മാനം. വേണങ്ങല്ലേ? സമ്മാനം ഞാൻ നാളെ വാങ്ങിത്തരാം. നാളെ ഞാൻ ഇവിടെ കാണത്തില്ല. എവിടെ പോവാ? ഞാൻ നാളെ അമ്മാവന്റെ വീട് വരെ പോവാ. എന്തിന്? പട്ടിമുക്കിലെ കോഴി മുട്ടയിടുന്നില്ല. പട്ടിമുക്കി അങ്ങനെ കോഴി മുട്ട? അതിന് കോഴി തന്നെ മുക്കണം. തറവാടിന്റെ പേരാണ് പട്ടിമുക്ക്. അതൊക്കെ പോട്ടെ, ആ കോഴീനെ എവിടുന്നാ വാങ്ങിയത്? ബ്ലോക്കിന്ന്. ആ, അപ്പൊ അതിന്റെ മുട്ട എവിടെങ്കിലും ബ്ലോക്കായി ഇരിക്കുവായിരിക്കും. ആ കരിങ്കോഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി നിർത്തിയേക്കണ ബോഡിഗാർഡാ. അവനിങ്ങോട്ട് വരട്ടെ, കാണിച്ച് കൊടുക്കണുണ്ട്. കോഴികൾ കൂട്ടത്തോടെ വരുന്നേ, കരിങ്കോഴി സിംഗിളാതാ വരുന്നേ, അല്ലാതെ കോഴികള് കൂട്ടാത്തല്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാനും ഗിരിജൻ തമ്മിൽ അടുപ്പത്തില്ല. അങ്ങനെ രണ്ടുപേരും ഏതെങ്കിലും വീട്ടിന്റെ അടുപ്പത്തിരിക്കും. ഞാനും ഗിരിജൻ തമ്മിൽ ഇഷ്ടത്തില്ല. ഇതെങ്ങാനും ഉള്ള ഡാഡി ഗിരിജ അറിയാലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ പോരേട്ടനെ കേട്ടു. നീ പുര നിറഞ്ഞിരിക്കുന്ന ഒരു കോഴിപ്പെണ്ണാണ്. കോഴിപ്പുര. ഡാഡി ഗിരിജ, ഈ കരിങ്കോഴിയായിട്ടുള്ളേ കല്യാണം ഉറപ്പിച്ചിരിക്കുവാണ്. നീ സമ്മതിച്ചാൽ
പട്ടികനെയും കുറുക്കനെയും പേടിക്കാതെ സമയാസമയത്ത് തീറ്റ വെള്ളവും കുടിച്ച് എന്താ കോടി റാണിയായിട്ട് ജീവിക്കാം. ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. കുട്ടിത്തേവാങ്കേ കോലം കെട്ടിത്തുള്ളാതെ ഇട്ടവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ. അമ്പഴങ്ങപ്പഴമല്ല ഞാൻ കുമ്പളത്തിൻ കുരുവല്ല ചോരക്കണ്ണന് കീറി കുത്തിട്ടാ. എട്ടിലമ്മ പെണ്ണാണി ഞാൻ ഞൊട്ടി വിട്ടാൽ പോരാണി പട്ടുണ്ടെങ്കി പെട്ടി വെച്ചോടാ. പെണ്ണാണെന്നാരും നോക്കൂല പൊടി പൊക്കിയേവും മെച്ചം കാണിച്ചാലില്ലം കാണൂല. എടാ ഗിരിജ എന്റെ പെണ്ണ, ഞാൻ അവളെ കെട്ടിയ പൊന്നു പോലെ നോക്കും. ഇതാ ഗിരിജെ എന്റെ സ്നേഹ സമ്മാനം. അവന്റെ സ്നേഹ സമ്മാനം ഈ കരിങ്കോടി പറയണോ അല്ല ഈ പോരുകോടി പറയണോ ഒന്നും കേക്കില്ല, പറയണ മൊത്തം പോരാ. ഹൃദയങ്ങൾ തമ്മിൽ കൈമാറി. ഏത് മൃഗാശുപത്രി വെച്ച് ഇവൻ ചുണ്ടെടുത്ത് കാണിക്കും, അങ്കവാലിട്ടാട്ടി കാണിക്കും. അതിലൊന്നും മയങ്ങരുതേ ഗിരിജേ, മയങ്ങരുത്. എടാ ഞാൻ നിന്നെ പോലെയല്ലടാ, ഞാൻ കൂറുള്ളവനാടാ. എവിടെയാണോ ചോറ് കിട്ടുന്നേ അവിടെ ഇവന്റെ കൂറ്. വാ ഗിരിജ നമ്മൾക്ക് പോവാം. ആരുടെ ഒപ്പം പോയാലും ഞാൻ നിന്റെ ഒപ്പം മാത്രം വരില്ല. അതെന്താ ഗിരിജ? അതൊരു വലിയ കഥയാണ്. ആ വലിയ കഥ ചെറുതാക്കി പറക്കേ. മാസങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറയുമ്പോ മാസങ്ങൾക്ക് മുമ്പല്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ? കോഴികൾക്ക് വർഷത്തിന്റെ ആയുസില്ല. അതുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവന്റെ കരിങ്കോഴി അമ്മ മുട്ടയിട്ടിട്ട് ഏതോ വീട്ടിൽ കൊത്തിപ്പറക്കാൻ പോയി. എന്നിട്ട് കൊത്തി 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 മുറത്തി കേറി കുത്തി. മനസ്സിലായില്ല. ആ വീട്ടിൽ ഉണക്കാൻ വെച്ചിരുന്ന ഉണക്കമീൻ നിന്റെ അമ്മ എടുത്ത് കൊത്തി കൊത്തി തിന്ന്. എന്നിട്ട് ആ വീട്ടുകാർ ഉണക്കമീൻ കറി വെച്ച് തിന്നോ? ഇല്ല, അവർക്ക് ചിക്കൻ കറിയായിരുന്നു ഇഷ്ടം. ഡയലോഗ് പറഞ്ഞതിന്റെ അമ്മ വിളിയായിരുന്നു അത്. അങ്ങനെ നിന്റെ കരിങ്കോഴി അമ്മയിട്ട മുട്ട എന്റെ അമ്മയായിരുന്നു അടയിരുന്ന് പിരിയിപ്പിച്ചത്. മൈ മമ്മി ഗിരിജ. പോറ്റമ്മ അളിയോ അത് മതി എനിക്ക്. എന്നെ പോറ്റമ്മയല്ലേ ഇവളുടെ അമ്മ. ആ അമ്മയുടെ മോളെ ഇന്നു മുതൽ പോറ്റുന്നത് ഈ കരിങ്കോഴിയായ ഞാനല്ലേ. എന്തായാലും നമ്മളുടെ കല്യാണം നിന്റെ അച്ഛനോട് പോയി പറഞ്ഞ് ഉറപ്പിക്കാം. നമുക്ക് പോവാം. നിൽക്ക് ഗിരിജേ, നിന്റെ പിറന്നാളിനും എനിക്കൊരു സമ്മാനം തരാൻ പറ്റില്ല. ഇതാ നിന്റെ വിവാഹ സമ്മാനം, ഒരു കോഴിമുട്ടായി. താനുവെള്ള ബോഡി ഗാർഡ് മാത്രല്ല വെള്ള എല്ലാം ആണ്. അതാണ് ഞാൻ കഴിച്ചിട്ടേ ഇവള് കഴിക്കുന്നുള്ളൂ. ഇതങ്ങനെ എടുത്തു വച്ചേക്കുന്ന കഴിച്ചാടാ? കഴിച്ചു. മൊത്തം കഴിച്ചാ? മൊത്തം കഴിച്ചു. എന്താണ് കിടന്ന് കൊക്കു കൊണ്ട് ചിരിക്കുന്നേ? എടാ നീ ഇപ്പൊ കഴിച്ചതുണ്ടല്ലോ, ഇവിടെ എലിയെ പിടിക്കാൻ വെച്ചിരുന്ന എലിവശമാ. അപ്പന എലിവശാണോ കഴിച്ചേ? ആ. എടാ നിനക്ക് ജീവൻ വേണമെങ്കിലുണ്ടല്ലോ കോഴിപ്പാറയിലെ മൃഗാശുപത്രിയിലോട്ട് ഇപ്പൊ വിട്ടോ. ഇപ്പൊ വിട്ട ഒരു സീറ്റ് കിട്ടും മച്ചാനെ. അവൻ ജീവനും കൊണ്ടോടി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ ജീവനും കൊണ്ടോടി. നമ്മളെ ഇവിടുന്ന് ജീവിക്കാൻ വേണ്ടി.